ഹരേ കൃഷ്ണ. ശ്രീകൃഷ്ണ ഭഗവാനും അദ്ദേഹത്തിൻ്റെ പരമഭക്തനായ അത്യാശ്രമിയുടെ കഥയാണിത്. അത്യാശ്രമി ഒരു ബ്രാഹ്മണനായിരുന്നു. പക്ഷേ വ്യത്യസ്തമായൊരു ശൈലിയായിരുന്നു അദ്ദേഹത്തിന്. ബ്രാഹ്മണ സമൂഹം അദ്ദേഹത്തെ ബഹിഷ്കരിച്ചു. അദ്ദേഹം സമൂഹത്തിൽ ഒറ്റപ്പെട്ടവനായിരുന്നു. ഗുരുവായൂരപ്പൻ്റെ പരമഭക്തനായിരുന്നു. ഉപനയനം കഴിഞ്ഞ് ബ്രഹ്മചര്യത്തിലേക്ക് മാറി അത്യാശ്രമി. അപ്പോൾ സുഖം, ദുഃഖം, ചൂട്, തണുപ്പ്, ശുദ്ധം, അശുദ്ധം, നല്ലത്, ചീത്ത എന്നൊന്നും അദ്ദേഹത്തിനെ ബാധിച്ചില്ല. എല്ലാം ഒരുപോലെയായിരുന്നു. എല്ലാത്തിലും കൃഷ്ണനുണ്ട്. എല്ലാം കൃഷ്ണമയം. അത്യാശ്രമി മറ്റു പലരുടെയും ദുഃഖങ്ങൾ നാമം ചൊല്ലി മാറ്റിക്കൊടുക്കാറുണ്ടായിരുന്നു. അത്യാശ്രമിക്ക് എന്ത് കിട്ടിയാലും കുടിക്കും. ഒരു ദിവസം ഭഗവാന്റെ ഭക്തനെന്ന് നടിക്കുന്ന ഒരു സഹായിയും കൂട്ടി അത്യാശ്രമി ഒരു യാത്ര പുറപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തിന് ദാഹിച്ചു. അപ്പോൾ വഴിയിൽ കണ്ടൊരു വീട്ടിൽ കയറി. അതൊരു മൂശാരിയുടെ വീടായിരുന്നു. വല്ലാത്തൊരു സ്വഭാവമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. തനിക്ക് ദാഹിക്കുന്നു എന്ന് അത്യാശ്രമി അയാളോട് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, ഞാനൊരു പണി ചെയ്യുകയാണ്, ഈയം ഉരുക്കുകയാണ്. എനിക്കിപ്പോൾ ഒട്ടും സമയമില്ല. വേണമെങ്കിൽ ഈ ഈയം എടുത്ത് കുടിച്ചോളൂ എന്ന് പറഞ്ഞു. അത്യാശ്രമി മറുപടി ഒന്നും പറയാതെ ഒരു ഗ്ലാസ് എടുത്ത് ആ ചൂടുള്ള ഈയം എടുത്ത് വെള്ളം കുടിക്കുന്ന പോലെ കുടിച്ചു. ഇത് കണ്ട മൂശാരി ചാടി എണീറ്റ് അത്യാശ്രമിയെ നമസ്കരിച്ചു. അത്യാശ്രമിയുടെ സഹായി ഇത് കണ്ട് ഓടിപ്പോയി. ആരുടെയെങ്കിലും വിഷമങ്ങളും വേദനകളും കണ്ടാൽ ഭഗവാനോട് പ്രാർത്ഥിക്കും, ഭഗവാനെ അവരുടെ വേദന എനിക്ക് തരുമോ, അവരുടെ വിഷമങ്ങൾ എനിക്ക് തരുമോ, എന്നിട്ട് അവരെ മോചിപ്പിക്കും ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കും. തൻ്റെ കർമ്മബന്ധങ്ങളിൽ നിന്നും കർമ്മദോഷങ്ങളിൽ നിന്നും തനിക്ക് മുക്തി തരൂ ഭഗവാനെ എന്ന് ദിവസവും പ്രാർത്ഥിക്കും. എല്ലാവരുടെയും അസുഖങ്ങൾ, ദുഃഖങ്ങൾ എല്ലാം അദ്ദേഹം സ്വീകരിച്ചു. സമൂഹം അദ്ദേഹത്തെ നികൃഷ്ടനായി കണ്ട് ഒറ്റപ്പെടുത്തി, വീണ്ടും വീണ്ടും ഒറ്റപ്പെടുത്തി. എല്ലാവരുടെയും അസുഖങ്ങൾ സ്വീകരിച്ച് അദ്ദേഹം ഒരു രോഗിയായി മാറി. ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും നടക്കുമ്പോഴും അദ്ദേഹം നാമം ചൊല്ലുമായിരുന്നു. ഹരേ ഗുരുവായൂരപ്പ എന്ന് ഉറക്കെ ഉറക്കെ ചൊല്ലും. ഒരു ദിവസം ഗുരുവായൂരമ്പലത്തിലെ നടയുടെ അടുത്ത് നിന്ന് ഒരു ശബ്ദം കേട്ടു. ഹരേ ഗുരുവായൂരപ്പ എന്ന് ഉറക്കെ വിളിക്കുന്നു. എല്ലാവരും അങ്ങോട്ട് നോക്കി. അപ്പോൾ അത്യാശ്രമിയുടെ ശരീരം പൊട്ടി ഒലിക്കുന്നു. പുഴുക്കളുണ്ട്. എല്ലാവരും അദ്ദേഹത്തെ അറപ്പോടെ നോക്കി. ഒരു കാലത്ത് എല്ലാവരുടെയും അസുഖങ്ങൾ തന്നിലേക്ക് സ്വീകരിച്ചു. ഇപ്പോൾ അദ്ദേഹം ഒരു രോഗിയായി. എല്ലാവരും അറപ്പോടെ അദ്ദേഹത്തെ നോക്കുന്നു. എല്ലാവരുടെയും രോഗങ്ങൾ മാറ്റിക്കൊടുത്ത് സന്താനമില്ലാത്തവർക്ക് സന്താന സൗഭാഗ്യത്തിന് അനുഗ്രഹം കൊടുത്തിരുന്ന അത്യാശ്രമിയെ ഇപ്പോൾ എല്ലാവരും അറപ്പോടെ നോക്കുകയാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ അദ്ദേഹത്തെ തൊഴാൻ ക്ഷേത്രാധികാരികൾ സമ്മതിച്ചില്ലായിരുന്നു. അതേ ദിവസം തന്നെ അദ്ദേഹത്തെ തൃച്ചമ്പളി ക്ഷേത്രത്തിലും കണ്ടു. അവിടെയും എല്ലാവരും അറപ്പോടെ നോക്കി ആട്ടി ഓടിച്ചു. അപ്പോൾ അദ്ദേഹം ക്ഷേത്രത്തിനടുത്തുള്ള ഇലഞ്ഞി മരത്തിനടുത്ത് പോയി ഇരുന്നു. ഈ സമയം ഭഗവാനെ പ്രത്യക്ഷഭാവത്തിൽ ദർശനം ലഭിച്ചിരുന്ന സ്വാമിയാർ അപ്പോൾ ക്ഷേത്രത്തിലേക്ക് വന്നിരുന്നു. എപ്പോൾ മനസ്സിൽ ഭഗവാനെ സ്മരിച്ചാലും സ്വാമിയാർക്ക് ഭഗവാനെ കാണാമായിരുന്നു. അത്രയും ജ്ഞാനിയും യോഗിയുമായിരുന്നു. ഭഗവാന്റെ ഒരു ഭക്തനെ ക്ഷേത്രത്തിൽ നിന്ന് പുറത്താക്കി വേറൊരു ഭക്തനെ ക്ഷേത്രത്തിനകത്തേക്ക് സ്വീകരിക്കുന്നു. വില്വമംഗലം ഭഗവാനെ മനസ്സിൽ സ്മരിച്ചു. പക്ഷേ വിഗ്രഹത്തിൽ ഭഗവാനെ കാണുന്നില്ല. സ്വാമിയാർ വീണ്ടും നോക്കി, കാണുന്നില്ല. ഭഗവാൻ എവിടെ? സ്വാമിയാർ പുറത്തേക്ക് ഓടി. ഇത് കണ്ട് എല്ലാവരും അദ്ദേഹത്തെ നോക്കുന്നു. കൃഷ്ണ കൃഷ്ണ, നീ എവിടെയാണ് കൃഷ്ണ എന്ന് വിളിച്ച് അദ്ദേഹം പുറത്തേക്ക് ഓടി. അപ്പോഴാണ് സ്വാമിയാർ ആ കാഴ്ച കണ്ടത്. സ്വാമിയാർ കരയുകയാണ്. ഭഗവാൻ അത്യാശ്രമിയുടെ തല ഭഗവാന്റെ മടിയിലിരുത്തി ഇലഞ്ഞി മരത്തിനടിയിലിരിക്കുന്നു. അദ്ദേഹത്തെ ശുശ്രൂഷിക്കുന്നു. ഭഗവാന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ്. ഭഗവാൻ അത്യാശ്രമിയുടെ പൊട്ടിയ മുറിവിലൊക്കെ തലോടുകയാണ്. ആ പുഴുവിനെയൊക്കെ എടുത്തു കളഞ്ഞു. ഭഗവാന്റെ കണ്ണുനീർ തുടയ്ക്കുന്നു. ഇത് കണ്ട് സ്വാമിയാർക്ക് വിഷമമായി. ഭഗവാൻ ആ ഭക്തനെ ഓർത്ത് കരയുകയാണ്. ഭഗവാന് വേദനിക്കുന്നുണ്ട്. അത്യാശ്രമിയുടെ വേദനകളെല്ലാം ഭഗവാനിലേക്ക് സ്വീകരിച്ചു. അത്യാശ്രമി ഭഗവാനെ ഇങ്ങനെ നോക്കി പുഞ്ചിരിക്കുന്നുണ്ട്. തനിക്ക് ഇത്രയും ശരീരത്തിൽ പൊട്ടലുകൾ ഉണ്ടായിട്ടും ഒരു വേദനയും അനുഭവപ്പെടുന്നില്ല. ഇത് കണ്ട് വില്വമംഗല സ്വാമിയാർ ഇലഞ്ഞിമരത്തിലേക്ക് ഓടി. അപ്പോൾ എല്ലാവരും വിളിച്ചു പറയുന്നുണ്ട്, അങ്ങോട്ട് പോകല്ലേ, അവിടെ ഒരാൾ ശരീരം പൊട്ടി ഒലിച്ച് വല്ലാത്ത ദുർഗന്ധമായിട്ട് അവിടെ ഉണ്ട്. ഇതൊന്നും കേൾക്കാതെ ഭഗവാന്റെ അടുത്തേക്ക് ഓടുകയാണ് വില്വമംഗലം. എന്നിട്ട് സ്വാമിയാർ ഭഗവാനോട് ചോദിച്ചു, കൃഷ്ണ അങ്ങ് എന്താണ് കാണിക്കുന്നത്? അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഹേ വില്വമംഗലം, ഇദ്ദേഹം ആരാണെന്നറിയാമോ? ഇദ്ദേഹം 7 ജന്മങ്ങളിൽ എൻ്റെ പരമഭക്തനായിരുന്നു. 7 ജന്മങ്ങളിലും അദ്ദേഹം എൻ്റെ നാമങ്ങൾ മാത്രം ചൊല്ലിയുള്ളൂ. അങ്ങനെയുള്ള എൻ്റെ ഭക്തനെ ഞാൻ എങ്ങനെയാണ് ഉപേക്ഷിക്കുക? ഇത് ഇദ്ദേഹത്തിൻ്റെ അവസാന ജന്മമാണ്. ഈ ജന്മങ്ങളിൽ 7 ദിവസം കൊണ്ട് എല്ലാ കർമ്മപ്രാരാബ്ധവും ഞാൻ ഒഴിവാക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ഇതോടുകൂടി ഇദ്ദേഹത്തിന് മോക്ഷം ലഭിക്കുകയാണ്. എൻ്റെ വൈകുണ്ഠത്തിലേക്ക് ഞാൻ ഇദ്ദേഹത്തിനെ കൂടി കൊണ്ടുപോവുകയാണ് വില്വമംഗലം. കർമ്മഫലം നമ്മൾ അനുഭവിച്ചേ മതിയാവും. വില്വമംഗലം നോക്കുമ്പോൾ ആ ഇലഞ്ഞിമരക്കൊമ്പിൽ നിന്ന് ഒരു ഇലഞ്ഞിപ്പൂവ് അത്യാശ്രമിയുടെ ശരീരത്തിൽ വീഴുന്നു. അപ്പോൾ അത്യാശ്രമിക്ക് വേദനിക്കുന്നുണ്ട്. അപ്പോൾ ഭഗവാൻ ഇലഞ്ഞിമരം നോക്കി പറഞ്ഞു, ഇനി മേലാൽ ഇലഞ്ഞിമരത്തിൽ നിന്ന് പൂവോ ഇലയോ താഴെ വീഴാതിരിക്കട്ടെ. പക്ഷേ പിന്നീട് ആ ഇലഞ്ഞിമരം നശിച്ചു പോയി. പിന്നെ തൊട്ടപ്പുറത്ത് വേറൊരു ഇലഞ്ഞിമരം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അവിടെയും ഇതേ പ്രതിഭാസമാണ് ഉണ്ടായിരുന്നത്.
എല്ലാം ഭഗവാന്റെ ലീലാവിലാസങ്ങൾ.